ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരുടെ കൈ മുറിച്ചുമാറ്റിയതിൽ കുടുംബത്തിന് നീതി കിട്ടും വരെ കൂടെ നിൽക്കുമെന്ന നെന്മാറ MLA കെ ബാബു. ആരുടെ വീഴ്ചയാണ് എങ്കിലും കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകും. ചികിത്സയ്ക്കാവശ്യമായ എല്ലാ സഹായവും സർക്കാരും കുടുംബത്തിന് ഉറപ്പു നൽകിയതായും MLA പറഞ്ഞു. ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന വിനോദിനിയെ കാണാൻ വേണ്ടി MLA കെ ബാബു ഇവിടെ എത്തിയിട്ടുണ്ട്. നെന്മാറ MLA ഇപ്പോൾ കുട്ടിയെ കണ്ടു, ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു. എന്താണ് ഇതൊരു ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഇനി അതിന്റെ തുടർ നടപടികൾ? യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ മെഡിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് അവരുടെ ഭാഗം ക്ലിയർ ചെയ്തു. പക്ഷെ എന്താണ് വസ്തുത എന്ന് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും SC വനിത കുട്ടിയായതുകൊണ്ട് തന്നെ SC മിനിസ്റ്റർക്കും ഇനി വിദ്യാർത്ഥിനി എന്ന നിലയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായിട്ട് ആവശ്യമായ ഏതു തരത്തിലുള്ള അന്വേഷണമാണോ വേണ്ടത് ആ രീതിയിലേക്കുള്ളൊരു എൻക്വയറി നടത്താൻ കത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ സാധാരണ വീഴുമ്പോഴും അതുപോലെ തന്നെ കൈ പൊട്ടുകയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഒരു കുട്ടിയുടെ കൈ 9 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കൈ മുറിച്ചു കളഞ്ഞിരിക്കുകയാണ്. അത് ആർക്കും ഒരു കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഈ അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടൊക്കെയും അങ്ങനെ വീഴ്ച എവിടെ എന്ന് അല്ലെ എന്തുകൊണ്ട് രക്തോട്ടം നിന്നു എന്നതൊന്നും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായിട്ടാണ് ഈ റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതായത് ശരിയായ അന്വേഷണം ഉണ്ടാവും എന്ന് തന്നെ ഉറപ്പിക്കാവോ? തീർച്ചയായും ഉണ്ടാവും. ഇപ്പോൾ DMO ഡയറക്ടറേറ്റിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമുള്ള ഒരു പ്രാഥമികമായ റിപ്പോർട്ടാണ് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ മെഡിക്കൽ കോളേജിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റും അതുപോലെ തന്നെ മറ്റൊരു ഡോക്ടറും ചേർന്നിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് എന്താണ് സംഭവിച്ചത് എന്നത് മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പോലും പറയാൻ കഴിയുള്ളൂ. സ്വാഭാവികമായും അതിന്റെ ഒരു എൻക്വയറി ആവശ്യമായ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെ നടത്താൻ ഇടപെടുന്നതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡോക്ടർ ജേക്കബ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ അഭിപ്രായ പ്രകാരമല്ലാതെ ഒരു മെഡിക്കൽ ടീമിന്റെ നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ടീം എന്ന നിലയിൽ 30-ാം തീയതി രാത്രി തന്നെ ഒന്നിച്ചുകൂടിയിരുന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മുട്ടിന് താഴെ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റപ്പെടാതിരിക്കുകയാണെങ്കിൽ ജീവന് തന്നെ അപകടമുണ്ടാവുന്ന തരത്തിലേക്ക് വരും എന്ന ആ ടീം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്.